നന്മ പ്രവൃത്തികളെല്ലാം സാർ ചെയ്യുമ്പോൾ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്തായിരിക്കും സാർ? സമൂഹത്തിനോട് കൊടുക്കാനുള്ളത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുക, ഉള്ളതിൽ നിന്ന് അല്പം പാവപ്പെട്ടവർക്ക് കൊടുക്കുക, നമ്മൾ ഇതിൻ്റെ ഒന്നും അവകാശിയല്ല എന്ന അറിവുണ്ടാവുക, വരുമ്പോഴൊന്നും കൊണ്ടുവന്നിട്ടില്ല പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നില്ല, ഇങ്ങനെ സ്നേഹത്തിൽ ക്ഷമിച്ചും പുറത്തൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷമുണ്ട്, ചാവാൻ കിടക്കുമ്പോൾ ജീവിച്ചു എന്ന് തോന്നും. ഇല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുകൊണ്ട് പൈസ മാത്രം ഉണ്ടാക്കി എന്നും പ്രശ്നങ്ങളും കേസും കൂട്ടും തല്ലും ഒക്കെ ആയി നടന്ന് ജീവിക്കാൻ മറന്ന് അവസാനം യാത്രയായി പോകുമ്പോൾ വിഡ്ഢികളായി പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. ലവ് യു എവരിബഡി. ഇപ്പൊ ലഡു വെരി ബ്യൂട്ടിഫുൾ. കുട്ടി 5 മാസമായി കമ്മല് വാങ്ങിയിട്ട് ഓച്ച വന്നിട്ട് കാത് കുത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓച്ചയെ കാത് കുത്ത് കല്യാണത്തിന് വന്ന് ഹാപ്പി അല്ലേ? പിള്ളേരൊക്കെ കരയും. പാവം കുട്ടി വേദനിച്ചിട്ടും. ഒരുപാട് പേർക്ക് തൊഴിലും ഒരുപാട് പേർക്ക് എൻ്റെ പാർട്ട്ണറായി ബിസിനസ് ചെയ്യാനുള്ള അവസരം. 2 കാര്യങ്ങളാണ്. ഒന്ന്, കച്ചവടം ചെയ്ത് എനിക്ക് കാശുണ്ടാക്കാനും ഒപ്പം സോറി ഇന്ന് ബോച്ച് ജൂനിയർ ആണ് വന്നിരിക്കുന്നത്. അമ്മേ, എത്ര എണ്ണം വേണോ? ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. 3 മണിയാണ് പറഞ്ഞത്, അല്പം വൈകി പോയി, സോറി. ഇന്നിവിടെ ബോച്ചെ ടീയുടെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി കട ഉദ്ഘാടനം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട്. ബോച്ചെ ടീയെ കുറിച്ച് നിങ്ങൾക്കറിയാം എങ്കിലും ഈ ബിസിനസ്സിൻ്റെ ലക്ഷ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, കച്ചവടം ചെയ്ത് എനിക്ക് കാശുണ്ടാക്കാനും ഒപ്പം ഇതിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് ദിവസേന ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുക. പിന്നെ ഇതുപോലെയുള്ള ബോച്ചെ പാർട്ട്ണർ ഹായ് അപ്പോൾ ബിസിനസ് പരമായി ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി 15,000 എൻക്വയറീസ് ആണ്. അതിൽ ഏകദേശം 200 ചില്ലാൻ കൊടുത്തു കഴിഞ്ഞു. ഒരുപാട് പേർക്ക് തൊഴിലും ഒരുപാട് പേർക്ക് എൻ്റെ പാർട്ട്ണറായി ബിസിനസ് ചെയ്യാനുള്ള അവസരം. ബിസിനസ് പഠിപ്പിക്കുക, ബിസിനസ് ചെയ്ത് അവരും അവരുടെ കുടുംബവും ഉയർന്ന നിലവാരത്തിലേക്ക് വരിക. അങ്ങനെ സമൂഹത്തിൽ ഞാനും പാർട്ട്നേഴ്സും ജോലിക്കാരും കഷ്ടപ്പാടനുഭവിക്കുന്നവർക്കും ഒക്കെ ഒരു മാർഗമായി മാറുക എന്നതാണ് എൻ്റെ ബിസിനസ് കൊണ്ടുള്ള ലക്ഷ്യം. കാരണം നമ്മളിത് വരുമ്പോൾ ഒന്നും കൊടുന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല, എത്ര ഉണ്ടാക്കി വെച്ചാലും. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ജീവിക്കുക സന്തോഷമായിട്ട് എന്ന ലക്ഷ്യമാണ്. ഇത് ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പ്. 25 കോടി ബമ്പർ പ്രൈസ്. ദിവസേന ലക്ഷക്കണക്കിന് രൂപ, കാറ്, ബൈക്ക്, ഐഫോൺ, ഫ്ലാറ്റ് എന്നിങ്ങനെ സമ്മാനങ്ങളാണ്. ഇന്ന് ആരായിരിക്കും ഇവിടുത്തെ ലക്ഷങ്ങൾ കൊണ്ടുപോകണമെന്ന് അറിയില്ല, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഈ ബോച്ചേട്ടി വിൽപ്പനയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ കൊടുത്ത എല്ലായിടത്തും രാവിലെ തന്നെ വന്നിട്ട് ആൾക്കാർ ക്യൂ ഒന്ന് വാങ്ങി കൊണ്ടുപോകലാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു ബോംബുണ്ട്, അറിയാലോ അല്ലേ? ഈ വെറും ടീ അല്ല, ടീ കഴിച്ചവർക്ക് അറിയാം, സൂപ്പർ ടീ ആണ്, അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിൽ കൂപ്പണുണ്ട്, ഖത്രയുടെ ഫോട്ടോ. അത് വെട്ടിയെടുക്കുക, QR കോഡ് സ്കാൻ ചെയ്യുക, നിങ്ങളുടെ ഫോണിലേക്ക് ടിക്കറ്റ് കിട്ടും. അങ്ങനെ ഓൺലൈൻ വഴിയും ഓഫ്ലൈനായിട്ടും
നമുക്കിത് വാങ്ങുമ്പോൾ അത് ദിവസേന രാത്രി 10:30-ക്കാണ് നറുക്കെടുപ്പ്. പിന്നെ ഇവിടെ നന്ദി പറയുകയാണ്, ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. നമ്മുടെ അബ്ദുൽ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി സൗദി ജയിലിൽ നിരപരാധിയായ അബ്ദുൽ റഹീം, അദ്ദേഹത്തിന് 2 ആഴ്ച കഴിഞ്ഞാൽ തല ഇറക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അതിന് 1 കോടി രൂപ കൊടുക്കുകയും ബാക്കിയുള്ള 33 കോടി രൂപയ്ക്ക് റോട്ടിലിറങ്ങിയപ്പോൾ യാചിക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ പൊരിവെയിലത്ത് വന്നവരുണ്ട്. കൂടാതെ ഒരുപാട് പേര് പൈസ ഇട്ട് തന്നു. അങ്ങനെ മലയാളികൾ സ്നേഹമുള്ളവർ പൈസ ഇട്ടിട്ട് അബ്ദുൽ റഹീമിനെ രക്ഷിക്കാനായി. പിന്നെ അങ്ങനെ പൈസ ഇട്ട് തന്നില്ലെങ്കിൽ ഞാൻ ഈ പിച്ചപാത്രമായിട്ട് തെണ്ടാനിറങ്ങി പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ കാസർഗോഡ് വരെ പോയി തെണ്ടി നടന്ന അവസാനം ഒരു തെണ്ടിയായി മാറിയാണ്. കാശ് കിട്ടിയില്ലെങ്കിൽ അബ്ദുൽ റഹീമിന്റെ തല ഇറക്കുകയും ചെയ്യും, ഞാൻ റോഡിൽ കൂടെ തെണ്ടിയായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിച്ചതിന് പ്രത്യേകം നന്ദി. മലയാളികൾ ലോകത്തിന് മാതൃകയായി. മലയാളി മനസ്സ് ഒരാവശ്യം വന്നാൽ ഒരു ജീവൻ വരുമ്പോൾ ബാക്കിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ചെളിവാരി ഇതൊക്കെ ചെയ്യും. എങ്കിലും ഒരു ജീവന്റെ പ്രശ്നം വന്നപ്പോൾ മറു രാജ്യത്ത് നമ്മുടെ ഒരു സഹോദരനെ അവിടെ ജാതി മതം പാർട്ടി ഒക്കെ മറന്നുകൊണ്ട് അറുക്കാൻ വിട്ടുകൊടുത്തില്ല. അതാണ് മലയാളി മനസ്സ്. ലോകത്തിന് മാതൃക. നന്ദി. അതിന് ലോകത്ത് എവിടെയും 34 കോടി കൊടുത്തൊരു സഹോദരനെ രക്ഷിച്ച സംഭവമില്ല. എന്നെ ഒരു സായിപ്പ് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. അവിടെ മലയാളി ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സായിപ്പ് പറഞ്ഞത്, ഇത് അമേരിക്കയിലാണെങ്കിൽ 34 കോടി പോയിട്ട് $34,000 കിട്ടില്ല. കാരണം അങ്ങോട്ടൊന്നും ബന്ധമില്ല, അങ്ങനത്തെ ഒരു ഐക്യമില്ല. അതുകൊണ്ടാണ്. അപ്പം അതിനും നന്ദി. ഇവിടെ ഐശ്വര്യമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യട്ടെ. എല്ലാവർക്കും ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ബോച്ചെ ടീ, ഇനി അധികം വൈകാതെ ബോച്ചെ ഹെയർ ഓയിൽ, ബോച്ചെ എനർജി ഡ്രിങ്ക്, ബോച്ചെ അപ്ലയൻസസ്, കുക്കർ, അപ്പച്ചട്ടി, പുട്ട്, അതുപോലെയുള്ള പുട്ടുകുടം, മിക്സി, ഒരുപാട് സാധനങ്ങളുണ്ട്. ഓരോന്നായിട്ട് വരും. ആരാ പാർട്ട്ണർ? പാർട്ട്ണറുണ്ട്. അപ്പോൾ പാർട്ട്ണർ ഇത് കഴിയുമ്പോൾ സോജിത്തിൻ്റെ വഴിക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ വരും. കുക്കർ വരും, മിക്സി വരും, അത് വരും, ബോച്ച ഹെയർ ഓയിലൊക്കെ ഇങ്ങനെ വരും. സ്ഥലം ഉണ്ടല്ലോ അല്ലേ വെക്കാൻ? ടീയിൽ തുടങ്ങാൻ നമുക്ക് എന്ത് വാങ്ങിയാലും ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ദിവസേന. ഇതുവരെ 20 രൂപയാണ് ഈ 3 മാസത്തിനുള്ളിൽ ഞാൻ സമ്മാനമായി നൽകി കഴിഞ്ഞു. അതിന് ഒരുപാട് പേർക്ക് അർഹിക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്. 10 ലക്ഷം ഡെയിലി, അതുപോലെ ഒരുപാട് പ്രൈസുകൾ പലപ്പോഴും കിട്ടുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാറ്, അത് പല സാധനങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ ഡെയിലി ക്യാഷ് പ്രൈസാണ്. അപ്പോൾ ഞാനിവിടെ 1-ാം വിൽപ്പന പെട്ടെന്നായിക്കോട്ടെ. കാത് കൊടുത്ത് കല്യാണം ആയിക്കോട്ടെ. പേരെന്താ? കാർത്തികാദേവി. ദൈവമേ, എത്ര കാലമായി സ്വർണ്ണം വാങ്ങിച്ച് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ബോച്ചെ മറ്റൊരു കർമ്മം കൂടി ഇവിടെ നിർവഹിക്കുകയാണ്. ഈ ഷോപ്പിന്റെ ഉടമയുടെ മകളുടെ കാത് കുത്തുന്ന ഒരു വിഷയം കൂടെയാണ്. ഞാൻ വന്നില്ല, കാത് കുത്തില്ലായിരുന്നു. സ്കൂളിലൊന്ന് കയറാം. ദേശീയഗാനം പറയും.
ഹലോ